ഹലോ. പിന്നെ ഞങ്ങൾ അങ്ങനെ ബോട്ടിൽ ഫ്ലോട്ട് ചെയ്ത് വിവേകാനന്ദ പാറയിലെത്തി സൺസെറ്റ് കാണാനും പിന്നെ വിവേകാനന്ദ പാറ കാണാനും ഒക്കെ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ കാണുന്ന വ്യൂ ആണ് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജ് അടിപൊളിയായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ വിവേകാനന്ദ പാറ എത്തി. അങ്ങനെ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഓപ്പോസിറ്റ് സൈഡിൽ അമ്പലത്തിക്കാം. അത് കുറച്ച് വേറെ സ്ഥലത്താണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അവിടെ ഒരു ടെമ്പിളും ഉണ്ട് കേട്ടോ, അതും നൈസ് ടെമ്പിളാണ്. പിന്നെ ഇതായിരുന്നു അവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ വ്യൂ എന്ന് പറയുന്നത്. ആ ബ്ലൂ സ്കൈയും മേഘവും എല്ലാം കൂടി കാണാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു സത്യം അറിഞ്ഞത്, സൺസെറ്റ് അവിടുന്ന് കാണാൻ പറ്റില്ല, സൺസെറ്റിന് മുന്നേ ബോട്ട് എടുക്കുമെന്ന്. അങ്ങനെ ലാസ്റ്റ് ബോട്ട് പോകുന്നതിന് മുന്നേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കന്യാകുമാരിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ചിരാഗ് ഹോട്ടലിലാണ്. ഞങ്ങൾ അവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നെക്സ്റ്റ് ട്രിവാൻഡ്രത്തിനോട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഫിയും കുടിച്ചിട്ട് ഞങ്ങൾ അന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങി. ചിരാഗ് ഹോട്ടലിലെ ഫുഡും സ്റ്റേയും എല്ലാം അടിപൊളിയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതും വളരെ സൗകര്യമായിരുന്നു കേട്ടോ. എല്ലാ ഫുഡും ഉണ്ടായിരുന്നു. രാവിലെ ബൊഫേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ബ്രെഡ്, ജാം, ഇഡ്ഡലി, പൂരി, കറി അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡും ആയിരുന്നു. ഞങ്ങളങ്ങനെ ഫുഡും കഴിച്ച് റെഡിയായി. പിന്നെ ഞങ്ങൾ നേരെ പോകാൻ പോണത് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പറ്റിയിട്ട് ഞാനായിട്ട് എന്തായാലും അധികം ഒന്നും പറയേണ്ടതായിട്ടില്ലല്ലോ. എല്ലാവർക്കും കയറാൻ പറ്റിയില്ല, എനിക്ക് കയറാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഞാൻ കയറി നല്ല അടിപൊളിയായിട്ട് തൊഴുതു. പിന്നെ ഞങ്ങൾ പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ട് പാസ് എടുത്ത് നന്നായി തൊഴുതു. ഇനി ഫുഡ് കഴിച്ച് നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് കേട്ടോ. നമ്മൾ പിന്നെയും പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മോൾ ഓഫ് ട്രാവൻകൂർ. അങ്ങനെ ഞങ്ങൾ മോൾ ഓഫ് ട്രാവൻകൂർ എത്തി. പിന്നെ ഹായ് ഗായ്സ് എന്ന് പറഞ്ഞ് ചെയ്യണതൊന്നും ഞങ്ങൾ സീരിയസ് ആയി ചെയ്യുന്ന വ്ളോഗല്ല കേട്ടോ, തമാശയ്ക്ക് എടുക്കുന്നു, ഞാനതിൽ ആഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ മോൾ ഓഫ് ട്രാവൻകൂർ വേഗം ചുറ്റിക്കറങ്ങി കണ്ടു. കാരണം ഞങ്ങൾ ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടി കാത്തിരിക്കുക. അങ്ങനെ അവിടെ എത്തി. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇതിനു വേണ്ടി ഞങ്ങൾ ട്രിവാൻഡ്രമേ പോവാൻ. ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് ബീച്ചില്ലല്ലോ. യെസ്, അങ്ങനെ ബീച്ചില്ലാത്തതിൻ്റെ സങ്കടം ഞങ്ങൾ അവിടെ തീർത്തു. അതുമാത്രമല്ല, കന്യാകുമാരിയിൽ നിന്ന് സൺസെറ്റ് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഇന്ന് നല്ല അടിപൊളിയായിട്ട് സൺസെറ്റ് കാണാൻ പറ്റി കേട്ടോ. അങ്ങനെ സൺസെറ്റും കണ്ട് ഒരു പീസ്ഫുൾ ഈവനിങ് എൻജോയ് ചെയ്ത് റൂമിൽ പോയിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തിനോട് ബൈ ബൈ പറഞ്ഞ് നേരെ ട്രെയിൻ കയറി. അപ്പം ശരി, യോ പോകാൻ വരട്ടെ, കഴിഞ്ഞിട്ടില്ല. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അഗൈൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹെലികോപ്റ്റർ കാണിക്കൂ. ശംഖുമുഖത്തെ ഫേമസ് ഹെലികോപ്റ്റർ ആണ് കഴിച്ചത്. എന്റെ യൂട്യൂബ് ചാനലിൽ കയറി വന്ന് കൊണോണ പറയുന്നു. ഞാൻ ആരാണ്? കമന്റ് ബിലോ ഗൈസ്, ഞാൻ ആരാണ്? എനിക്കറിയാൻ പാടില്ല. ഇത്തിരി ചോറ് കറക്റ്റ് ആൻസർ പറയുന്ന ആൾക്കൊരു ഗിഫ്റ്റ് ബൈ വീണ വിനോദ് പി കെ. ട്രെയിൻ കയറുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ നേരെ റൂമിൽ പോയിട്ടോ, ഫുഡ് കഴിക്കാനോ ഞങ്ങളുടെ ബാഗ് എടുക്കാനോ ഒക്കെ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിലുണ്ടായ ചില പൊട്ടത്തരങ്ങളാണിത്. എന്തിനാണ് കടന്നു ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. എന്തോ ഒരു അബദ്ധം പറ്റി ഓർഡർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതിനാണ് ഞങ്ങളിങ്ങനെ വീണിച്ചിരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം അവസാനിപ്പിച്ച് ഞങ്ങൾ ശരിക്കും ട്രെയിന് കയറി. അപ്പം ശരി, ടാറ്റാ. ഇതൊന്ന് ഫോട്ടോ എടുക്കാൻ കഴിയുന്നില്ല. പിന്നെ കാണാൻ പാടില്ല.